നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കുംഭഭരണി നടക്കുന്ന കുംഭഭരണി എന്ന് പറഞ്ഞാൽ എല്ലാ ഭദ്രകാളി ക്ഷേത്രത്തിലും വളരെ വിശേഷമുള്ള ദിവസമാണ്. കൊല്ലവർഷം 1200 കുംഭമാസം 20-ാം തീയതി. അന്ന് പഞ്ചമി തിഥിയും കൂടിയാണ്. പഞ്ചമി തിഥി ശുക്ലപക്ഷ പഞ്ചമി തിഥി എന്ന് പറയുമ്പോൾ ഭദ്രകാളിക്ക് മാത്രമല്ല, മഹാലക്ഷ്മിക്കും പഞ്ചമി ദേവിക്കും വളരെ പ്രാധാന്യമുള്ള ദിവസമാണ് 4-ാം തീയതി. പഞ്ചമി വരാഹി ക്ഷേത്രങ്ങളിലെല്ലാം പഞ്ചമി പൂജയുള്ള ദിവസമാണ്. അതുപോലെ തന്നെ അമ്മയെ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് എല്ലാവിധ ഗുണഫലങ്ങളും വരും. ചൊവ്വാഴ്ച, ഭരണി നക്ഷത്രം, പഞ്ചമി തിഥി എല്ലാം കൊണ്ടും അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം വരുന്ന ദിവസമാണ്. ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുക. കുംഭോടമൊക്കെ നടക്കുന്ന പല ദേവീക്ഷേത്രത്തെങ്കിലും കുംഭഭരണിക്ക് കുംഭോട വിശേഷങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വലിയ ഗുരുതിയൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഈ കുംഭഭരണി നാളില് രാഹുകാലം വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ്. 3:34 മുതൽ 5:03 വരെയാണ്. ഗുളികകാലം 12:36 തുടങ്ങി 2:05 വരെയാണ്. യമകണ്ഠകാലം രാവിലെ 9:39 AM മുതൽ 11:07 AM വരെയുള്ള സമയമാണ്. ഈ സമയമൊക്കെ ശുഭകാര്യങ്ങൾ ചെയ്യുന്നതിന് മാറ്റിവയ്ക്കണം. ചൊവ്വാഴ്ച ആയതുകൊണ്ട് അധികം ആരും ശുഭകാര്യങ്ങൾ ചെയ്യാറില്ല. പിന്നെ ക്ഷേത്ര ദർശനവും ക്ഷേത്രത്തിലെ പൂജകൾ, ക്ഷേത്രത്തിലെ വഴിപാടുകളൊക്കെ ചെയ്യുന്നതിന് ഈ സമയങ്ങളൊന്നും നോക്കേണ്ടതില്ല. അത് ദേവിയുടെ ക്ഷേത്രങ്ങളിൽ എന്തും ചെയ്യുമ്പോൾ ആ ദൈവികമായ ഒരു അന്തരീക്ഷം നമുക്കുള്ളതാണ്. അഭിജിത്ത് മുഹൂർത്തം 12:12-നും 12:34-നും ഇടയിലും 12:38-നും 1 മണി വരെയുമാണ്. പിന്നെ സൂര്യോദയം വരുന്നത് 6:41-നാണ്. സൂര്യാസ്തമനം 6:32-നാണ്. ചന്ദ്രോദയം 9:53-നുമാണ്. അപ്പൊ തീർച്ചയായിട്ടും പഞ്ചമി നാളിൽ എല്ലാ വിശേഷങ്ങളും വരാം. അതുകൊണ്ട് തന്നെ രാവിലെ മഹാലക്ഷ്മിയെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുക. ചോറ്റാനിക്കര, അതുപോലെ തന്നെ കൊടുങ്ങല്ലൂര്, മലയാലപ്പുഴ, വെട്ടിക്കാവ് തുടങ്ങിയ ഭദ്രകാളി ക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും അവിടെ ഗുരുതി പൂജയിലൊക്കെ പങ്കെടുക്കുക. ഗുരുതി പൂജ ഉച്ചയ്ക്ക് ഗുരുതി നടക്കുന്ന സ്ഥലമുണ്ട്, രാത്രിയിൽ ഗുരുതി നടക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ ഗുരുതി പൂജയിലൊക്കെ പങ്കെടുക്കുക. ചോറ്റാനിക്കര കിഴക്കാവിൽ രാവിലെ നടഗുരുതിയുണ്ട്. ഉച്ചയ്ക്ക് ശേഷം വലിയ 3 പാത്രം 12 പാത്രം ഗുരുതിയുടെ ഉണ്ട്. പല ക്ഷേത്രങ്ങളിലും ഗുരുതി എന്ന് പറയുന്നത് വൈകുന്നേരം നടക്കുന്ന കൈവട്ട ഗുരുതിയുണ്ട്, വലിയ ഗുരുതിയുണ്ട്. അപ്പം ഗുരുതി പൂജയിലൊക്കെ പങ്കെടുത്ത് എല്ലാ ദോഷങ്ങളും മാറ്റുന്നതിന് വേണ്ടി അമ്മയുടെ അനുഗ്രഹത്തിന് അമ്മയ്ക്ക് ഗുരുതി സമർപ്പിക്കുന്നത് വളരെ സന്തോഷമാണ്. ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത്, അവിടെ ഗുരുതിക്കൂട്ട് സമർപ്പിക്കുന്നത്, ചിറ്റിപ്പൂമാല, ചെമ്പരത്തിപ്പൂല, ചുവന്ന പുഷ്പങ്ങൾ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്, ചുവന്ന പട്ട് സമർപ്പിക്കുന്നത് എല്ലാം ഒരുപാട് ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ഭരണിപൂരം പോരാട നക്ഷത്രക്കാർക്ക് അവരുടെ അനുജന്മ നക്ഷത്രമായതുകൊണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ തരുന്ന ദിവസം അമ്മയെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ദേവി മഹാത്മ്യം പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ അമ്മയുടെ സ്തോത്രങ്ങൾ, ഭദ്രകാളി സ്തവം ജപിക്കുന്നത്, ഭദ്രകാളി 10 ജപിക്കുന്നതൊക്കെ വളരെ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ഇതൊക്കെ ജപിക്കുമ്പോൾ എല്ലാ അനുഗ്രഹങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെ അമ്മേ നാരായണ ദേവി നാരായണ ജപിക്കുന്നത് പോലും വളരെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ദേവി മഹാത്മ്യത്തിലെ യാ ദേവി സർവഭൂതേഷു മാതൃവേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമോ. കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. അമ്മേ ശരണം ശരണം ദേവി ശരണം മേ തവ ചരണയുഗം. കാളികാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയാ പാലയ. പിന്നെ ഭദ്രകാളി 10 അത് കേൾക്കുമ്പോൾ തന്നെ സമസ്ത ദോഷങ്ങളും മാറിക്കിട്ടും. അപ്പം അതൊക്കെ ചെയ്യുക. ഈ ദിവസം പ്രാർത്ഥനകൾ ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. 12 രാശിക്കാരുടെയും ഗുണഫലങ്ങളും അവർ പ്രത്യേകമായി എന്ത് പ്രാർത്ഥനയാണ് ചെയ്യേണ്ടത് എന്നും കൂടി നമുക്കൊന്ന് നോക്കാം. മേടൻ രാശി, സന്താനങ്ങൾക്ക് നല്ല കീർത്തി ഉണ്ടാകും. ഭാഗ്യ പരീക്ഷണങ്ങളൊക്കെ ഒരു പരിധിവരെ വിജയിക്കുന്ന സമയമാണ്. ആരോഗ്യസ്ഥിതി അല്പസ്വല്പം മെച്ചപ്പെടും.
ആത്മീയതയിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുന്ന ദിവസമാണ്. ചൊവ്വാഴ്ച ആയതുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ചുവപ്പ് വസ്ത്രം ധരിക്കുന്നത്, അതുപോലെ തന്നെ ദേവിക്ക് പട്ട് സമർപ്പിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. സുഹൃത്തുക്കളുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിക്കപ്പെടും. അസാധ്യം എന്ന് തോന്നിയ കാര്യങ്ങളൊക്കെ പതുക്കെ പതുക്കെ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ദിവസമാണ്. തെരഞ്ഞെടുപ്പുകൾ, ഭാഗ്യപരീക്ഷണങ്ങളൊക്കെ പതുക്കെ വിജയിക്കാനുള്ള ഒരു വഴി ദേവി കാണിച്ചു തരും. സന്താനങ്ങൾക്ക് ഉയർച്ചയും നേട്ടവും ഉണ്ടാകുന്നതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന കൂടി ചെയ്യാൻ പറ്റുന്ന ദിവസമാണ്. എല്ലാ മംഗളങ്ങളും വന്നു ചേരുന്നതിനായി ഭദ്രകാളി സ്തവം ജപിക്കുക, ഭദ്രകാളി 10 ജപിക്കുക. അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ യഥാശക്തി വഴിപാട് കഴിക്കുക. ഇതൊന്നും സാധിക്കാത്തവർ രാവിലെയും വൈകുന്നേരവും വീട്ടിൽ നെയ്വിളക്ക് കത്തിച്ചു വെച്ചോ എണ്ണവിളക്ക് കത്തിച്ചു വെച്ചോ പ്രാർത്ഥിക്കുക. രാത്രി സമയത്ത് പഞ്ചമി തിഥി ആയതുകൊണ്ട് വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുന്ന എല്ലാ സാമ്പത്തികത്തിൻ്റെ കെട്ടുകളും തീർന്ന് സ്ഥലക്കച്ചവടമൊക്കെ നല്ല രീതിയിൽ നടക്കുന്നതിന് വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുന്നത് സർവ്വ ഗുണങ്ങളും നൽകും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ള ഇത് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസമാണ്. അന്നദാനമുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ അതിനൊക്കെ ഒന്ന് സഹായിക്കുക, അതുപോലെ തന്നെ ദീപം തെളിക്കുക, എല്ലാം അമ്പലത്തിൽ ക്ഷേത്രങ്ങളിൽ പോകാൻ പറ്റുന്നവർ അവിടെ ഒരു ദിവസം സേവ പോലെ ചെയ്യുക. അതുപോലെ പഞ്ചമി ദിവസം അമ്മയുടെ വരാഹി ദേവിക്കായിട്ട് പൂജകൾ ചെയ്യുക. ശരിക്കും പഞ്ചമി ദീപം തെളിക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ സേവ ചെയ്യാൻ കിട്ടുന്ന സമയങ്ങൾ, ഇപ്പം തൃശ്ശൂരൊക്കെ വരാഹിയമ്മ ക്ഷേത്രത്തിൽ ഒരുപാട് പേർ അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ആ ക്ഷേത്രം പ്രവർത്തനങ്ങളിലൊക്കെ പങ്കു ചെല്ലുകയും ഒരുപാട് പേർ പഞ്ചമി ദീപം തെളിക്കുക. അവിടെ അന്നദാനമൊക്കെ ഉണ്ട്. വൈകുന്നേരം ഒരു 4 മണി മുതൽ രാത്രി ഒരു 8-9 മണി വരെ വളരെ വിശേഷമാണ്. അതുപോലെ തന്നെ ഈ തൃശ്ശൂർ മാത്രമല്ല എല്ലാ വരാഹിയമ്മൻ ക്ഷേത്രത്തിലും വളരെ പ്രാധാന്യമാണ്. ഇനി അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥന ചെയ്യാൻ കഴിയാത്തവർ വീടുകളിലെങ്കിലും ദീപം തെളിച്ച് പ്രാർത്ഥന നടത്തി എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാനായിട്ട് തയ്യാറാകണം. പ്രത്യേകിച്ചും ഇടവൻ രാശിക്കാർക്ക് വരാഹിയമ്മയുടെ അനുഗ്രഹം, അതായത് അവരുടെ രാശിനാഥൻ മഹാലക്ഷ്മി ആയതുകൊണ്ട് മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപത്തെ കൂടി പ്രാർത്ഥിക്കുന്നത് എല്ലാ ഗുണഫലങ്ങളും നൽകുന്നതിന് സഹായകമാകും. 11ലാണ് ഇപ്പം ശുക്രൻ ഉച്ചരാശിയിൽ നിൽക്കുന്നതുകൊണ്ട് ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ നടക്കാനുള്ള ഒരു സമയമാണ്. മനസ്സിന് ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുന്നത് കൊണ്ട് അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ഇടവൻ രാശിക്കാർക്ക് എല്ലാ മംഗളങ്ങളും ഈ പഞ്ചമി ദിവസം പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. മിഥുനൻ രാശിയെ സംബന്ധിച്ചിടത്തോളം മിഥുനൻ രാശിക്കാർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ദിവസമാണ്. പഞ്ചമി നാളിൽ പ്രാർത്ഥനകൾ ചെയ്യുന്നതോടുകൂടി എല്ലാ സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. അമ്മയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. തൃശ്ശൂർ ആനേറയിൽ അവിടെയുള്ള ആലുംതാഴത്തുള്ള വരാഹിയമ്മൻ ക്ഷേത്രത്തിലായാലും മറ്റ് ക്ഷേത്രത്തിലായാലും വൈകിട്ട് 4 മണി മുതൽ അവിടെ പ്രവർത്തനങ്ങൾ ചെയ്യുക. ദേവീക്ഷേത്രത്തിൽ ഭരണിക്ക് പൂജയൊക്കെ നടക്കുന്ന ക്ഷേത്രങ്ങളിലും യഥാശക്തി അവിടെ അന്നദാനത്തിലൊക്കെ പങ്കെടുക്കുക. അവിടെ എന്തെങ്കിലുമൊക്കെ സേവ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതൊക്കെ ചെയ്യുക. ഭദ്രകാളി 10 ജപിക്കുന്നത്, അതുപോലെ വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത്, വരാഹി പൂജ ചെയ്യുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതകൾ തീർക്കുവാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരും. അതിനായി മൈത്രേയ മുഹൂർത്തത്തിൽ ഇങ്ങനെ എല്ലാ സാമ്പത്തികം ഇങ്ങനെ വന്ന് എല്ലാ ബാധ്യതകളും തീരുന്നതായി ഭാവിച്ചുകൊണ്ട് ഒരു പ്രത്യേക ലോണുകളൊക്കെ തീരുന്നതായി ഭാവിച്ചുകൊണ്ട് എഴുതുക. അതിനായുള്ള പല വഴിക്കും പണം വരുന്നതായിട്ട് മനസ്സിൽ കാണുമ്പോൾ അതൊക്കെ തീർന്ന് നമ്മൾക്ക് പൈസ വന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. ബാധ്യതകളെല്ലാം തീർന്ന് ആധാരമൊക്കെ നമ്മൾ ബാങ്കിലിരിക്കുന്ന ആധാരം എടുക്കുന്നു, പണയത്തിലിരിക്കുന്ന സ്വർണങ്ങൾ എടുക്കുന്നു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതെല്ലാം തിരിച്ചു പിടിക്കുവാനായിട്ട് പ്രാർത്ഥന നടത്തേണ്ട ദിവസമാണ്. എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരും. മൈത്രേയ മുഹൂർത്തത്തിൽ പ്രാർത്ഥിച്ച പോലെ തന്നെ ഭരണി നാളിലും കുടുംബ പരദേവതയും ഭദ്രകാളിയെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി അടുത്ത മീനഭരണിക്ക് മുമ്പേ ഏറ്റവും ശുഭഫലങ്ങൾ വരുന്നതിനുള്ള സാഹചര്യം ദേവി തെളിച്ചു തരും.
അമ്മയെ പ്രാർത്ഥിക്കുക, അമ്മയുടെ അനുഗ്രഹം, ഭദ്രകാളി 10 ജപിക്കുക, ഭദ്രകാളി സ്തവം ജപിക്കുക, കാളികാളി മഹാകാളി എന്നുള്ള മന്ത്രം ജപിക്കുക, എല്ലാം അമ്മ അനുഗ്രഹമാക്കി തരുന്നതാണ്. ചിങ്ങൻ രാശി. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരും. തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കും. കൈവിട്ടുപോയ കാര്യങ്ങളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള അവസരം വന്നു ചേരും. വിവാഹ കാര്യങ്ങളിൽ ഒരു തീരുമാനമൊക്കെ ഉണ്ടാകും. എതിരാളികളെ പരാജയപ്പെടുത്താനായിട്ടൊക്കെ സാധിക്കും. ചെയ്തു പോയ കാര്യങ്ങളെല്ലാം ഓർത്ത് മനസ്താപപ്പെട്ടുകൊണ്ട് അതിനുള്ള പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കും. പൊതുവെ ഏറ്റവും നല്ല ഒരു ദിവസം, അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം അനുഭവിക്കാൻ സാധിക്കുന്ന ദിവസമാണ്. ചുവപ്പ് വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഭദ്രകാളി സ്തവം, ഭദ്രകാളി 10 ജപിക്കുന്നത്, പഞ്ചമി ദേവിയെ പ്രാർത്ഥിക്കുന്നത്, പഞ്ചമി ദേവിക്ക് പൂജകൾ ചെയ്യുന്നതൊക്കെ ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്യും. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാം നന്നായി വരുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. മണിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മുടങ്ങിയ വിദ്യാഭ്യാസം പുനരാരംഭിക്കുവാനായിട്ട് സാധിക്കും. പണമിടപാടുകളിലൊക്കെ കിട്ടാനിരുന്ന പണത്തിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കിട്ടാനുള്ള മാർഗം തെളിഞ്ഞു വരും. വീട്ടിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട്. വിദേശ ജോലിക്കുള്ള മാർഗം തെളിഞ്ഞു വരും. എതിരാളികളുമായിട്ട് അല്പം അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് സംസാരം വളരെ നിയന്ത്രിക്കണം. ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നത്, ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ചുവന്ന വസ്ത്രം ധരിക്കുന്നത്, പട്ടിൽ നാണയം സമർപ്പിക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. തുലാരാശി എന്ന് പറയുമ്പോൾ ലോണിൻ്റെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം കണ്ടെത്തും. വിവാഹ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ അല്പസ്വല്പം മാറിക്കിട്ടും. എന്നാൽ വാഹനങ്ങൾ വാങ്ങാൻ വിചാരിച്ചവർക്ക് അല്പം കാലതാമസം വേണ്ടി വരും. അതുപോലെ തന്നെ പുതിയ സാമ്പത്തിക മാർഗങ്ങൾ അന്വേഷിച്ചൊക്കെ വയ്ക്കുമെങ്കിലും ഫലത്തിൽ വരാൻ അല്പം കാലതാമസം ഉണ്ടാവും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിച്ച് വിളിച്ചു കൂട്ടുന്ന യോഗത്തിൽ അല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭഗവതിയെ നന്നായി പ്രാർത്ഥിക്കുക. അമ്മയുടെ അനുഗ്രഹത്തിനായി ശരിക്കും ഭദ്രകാളി ക്ഷേത്രത്തിൽ ചുവന്ന പട്ട് നാണയം സമർപ്പിക്കുന്നത് വളരെ നല്ല ഫലങ്ങൾ നൽകും. വൃശ്ചിക രാശിയുടെ രാശിനാഥനാണ് ഭദ്രകാളി. അപ്പം അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാ സൗഭാഗ്യങ്ങളും ഇവർക്ക് വന്നു ചേരും. കാരണം ബന്ധുജനങ്ങളിൽ നിന്നും ഗുണങ്ങളുണ്ടാവും. കാര്യഗ്രഹണ ശേഷി വർദ്ധിക്കും. പൊതുപ്രവർത്തകർക്ക് അല്പം നല്ല സമയമാണ്. ജോലിഭാരം അല്പം കൂടും. വിമർശനങ്ങൾ, എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടായാൽ പോലും കാര്യങ്ങൾ നന്നായി ചെയ്യാൻ കഴിയുമെന്നുള്ളത് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ്. കൃഷി വ്യാപാരത്തിൽ നിന്നൊക്കെ അല്പം പണം വരാനുള്ള വഴിയുണ്ട്. എന്നാൽ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന സഹായം വേണ്ട സമയത്ത് കിട്ടിയില്ല എങ്കിൽ പോലും നിരാശപ്പെടാതെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി ചെയ്തു തീർക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ വിജയം തന്നെയാണ്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു തൃപ്തിയും ഒരു സന്തോഷവും ഒക്കെ വന്നു ചേരും. പൊതുവെ അമ്മയുടെ അനുഗ്രഹം കിട്ടുവാനായിട്ട് അമ്മയെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഗുരുതിക്കൂട്ട് സമർപ്പിക്കുന്നത്, ഗുരുതി പൂജയിൽ പങ്കെടുക്കുന്നത്, മഹാലക്ഷ്മി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ വരാഹിദേവി കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. ധനുരാശി എന്ന് പറയുമ്പോൾ മാറ്റിവെച്ച യാത്രകൾ നടത്താൻ കഴിയും. ചെയ്യുന്ന കാര്യങ്ങൾ ഏറെ മികച്ചതാക്കി തീരും. വീട്ടുകാരിൽ നിന്ന് അല്പം ഗുണമുണ്ടാകും. പരിശ്രമത്തിലൂടെ ആഗ്രഹിച്ച ജോലി ചെയ്തു തീർക്കാനാവും. വീട്, സ്ഥലം ഇവ വാങ്ങാനുള്ള ഒരു ആലോചനയൊക്കെ ഇടും. സ്ഥലം വിൽപ്പനയുടെ കാര്യത്തിലൊക്കെ കുറച്ച് അനുകൂല തീരുമാനങ്ങൾ ഉണ്ടാകും. വിവാഹ കാര്യത്തിലും ചില അനുകൂലമായ ചലനങ്ങൾ കാണാം. പൊതുവേ പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു അന്തരീക്ഷം തെളിഞ്ഞു വരുന്നത് പോലെ തോന്നും. മഹാകാളിയെ പ്രാർത്ഥിക്കുന്നത്, അമ്മയ്ക്ക് പട്ട് സമർപ്പിക്കുന്നത്, ചുവപ്പ് വസ്ത്രങ്ങൾ ധരിക്കുന്നത്, പഞ്ചമി ദേവിയെ പ്രാർത്ഥിക്കുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിന് സഹായകമാകും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആഡംബര വസ്തുക്കൾ സമ്മാനമായിട്ട് ചിലപ്പോൾ ലഭിക്കുവാനുള്ള സാധ്യത കാണുന്നു. കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള ആശങ്കകളൊക്കെ കുറച്ചൊന്ന് മാറിക്കിട്ടും. അകൽച്ചയുള്ളവർ വീണ്ടും അടുപ്പത്തിലേക്ക് വരും. ജീവിതത്തിനൊരു അടുക്കും ചിട്ടയും ഒക്കെ വരും. തൊഴിൽ രംഗത്ത് വിശേഷമായ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടാകും. ആരോഗ്യകാര്യത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറി പുതിയ ലക്ഷ്യത്തിലേക്ക് ഒരു യാത്ര
തുടങ്ങും. പൊതുവെ പറഞ്ഞാൽ അമ്മയുടെ അനുഗ്രഹം പൂർണ്ണമായി ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ചുവപ്പ് വസ്ത്രം ധരിക്കുന്നത്, ഭദ്രകാളിക്ക് പട്ട് സമർപ്പിക്കുന്നത്, നാണയം സമർപ്പിക്കുന്നത്, ഗുരുതിക്കൂട്ട് സമർപ്പിക്കുന്നത്, പഞ്ചമി നാളായതുകൊണ്ട് വരാഹി ദേവിയെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. കുംഭം രാശി എന്ന് പറയുമ്പോൾ എഴുത്ത്, വായന എന്നിവയിൽ കൂടുതൽ താല്പര്യം പുലർത്തും. പുതിയ ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തും. പഠന കാര്യത്തിൽ നല്ല ഉയർച്ചയുണ്ടാകും. പൂർത്തീകരിക്കാതെ കഴിയാതെ പോയ ആഗ്രഹങ്ങളൊക്കെ നടപ്പിൽ വരുത്താനായിട്ട് ശ്രമിക്കും. എല്ലാത്തിനും ആദ്യം ഒരു തടസ്സം വന്നിട്ടാണ് പിന്നീട് എല്ലാം മംഗളമായി ഭവിക്കുന്നത്. അതുകൊണ്ട് ഭദ്രകാളി അമ്മയുടെയും ധർമ്മശാസ്താവിൻ്റെ അനുഗ്രഹം ഉണ്ടാവണം. വരാഹി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ തുടർന്ന് ചെയ്യുവാനും നടത്തിക്കൊണ്ടുപോകാനും സാധിക്കും. അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഈ രാശിക്കാർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മീനൻ രാശി. പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും. ദൂരയാത്രകൾ ചിലപ്പോൾ ആവശ്യമായി വന്നേക്കാം. അപേക്ഷിച്ച പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കും. സമാധാനം വീണ്ടെടുക്കുന്നതിന് സാധിക്കും. തൊഴിൽ രംഗത്ത് പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കുവാൻ കഴിയും. വസ്തു ഇടപാടുകൾ അല്പം ലാഭം പ്രതീക്ഷിക്കുക. ജീവിത പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഒരു കുടുംബ ഐക്യം വന്നു ചേരുന്ന ഈ ദിവസം ഭദ്രകാളി അമ്മയുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകുവാൻ അമ്മയെ പ്രാർത്ഥിക്കുക. ഭദ്രകാളി സ്തവം, അതുപോലെ ഭദ്രകാളി പത്തൊക്കെ കേൾക്കുക. അതുപോലെ ദേവീക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കുന്നത് മൂലം എല്ലാം മംഗളമായി ഭവിക്കും. വരാഹി ദേവിയെ രാത്രി പൂജ ചെയ്യുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായമാകും. ഇങ്ങനെ 12 രാശിക്കാർക്കും ഒരു നല്ല ദിവസം 4/3/2025 കുംഭഭരണി നാളിൽ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.